സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിനൊടുവിൽ നേതൃത്വത്തോട് ചോദ്യമുയർത്തിയിരിക്കുകയാണ് പി ജയരാജൻ. സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ 2 പരാതികളിൽ ചർച്ചയും മറുപടിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു ചോദ്യം. കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനെതിരെ ഉന്നയിച്ച പരാതികളാണ് പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത്. സമ്മേളനത്തിന്റെ അവസാന ദിവസം മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷമുയർന്ന ഈ ചോദ്യത്തിന് നേതാക്കൾ ആരും തന്നെ മറുപടി നൽകിയില്ല. ഇതിനുശേഷമാണ് ഇ.പി. ജയരാജൻ ഉൾപ്പെടുന്ന പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ എം.വി. ഗോവിന്ദൻ അവതരിപ്പിച്ചത്. പക്ഷേ ഈ പാനലിനെ പി ജയരാജൻ എതിർത്തില്ല. പാർട്ടി ഉപരിഘടകത്തിലേക്ക് സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന ആക്ഷേപം ജെ മേഴ്സിക്കുട്ടിയമ്മ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു. ഇതിലും നേതൃത്വം മറുപടി നൽകിയിട്ടില്ല എന്നതാണ് നിലവിലെ വിവരം. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 2 സ്ത്രീകളാണ് ഒഴിവായത്. ഒന്ന് പി.കെ. ശ്രീമതിയും മറ്റൊന്ന് സൂസൻ കൊടിയും. പകരം കെ. ശാന്തകുമാരിയും ആർ. ബിന്ദുവും വന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് ശ്രീമതി ഒഴിഞ്ഞപ്പോൾ കെ. ശൈലജയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അംഗങ്ങളുടെ എണ്ണത്തിന് പരിധിയുള്ളതുകൊണ്ടാണ് വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവാക്കിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയ വിയോജിപ്പിലൂടെ പി ജയരാജൻ പ്രകടമാക്കിയത് യഥാർത്ഥത്തിൽ തന്നെ ബോധപൂർവം തഴഞ്ഞു എന്ന കടുത്ത വികാരം തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളായ പി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കുന്നത് നീതികേടായി കരുതുന്ന അണികളും ഏറെ തന്നെയുണ്ട്. ജയരാജൻ പരസ്യ പ്രതികരണത്തിന് മുതിർന്നിരുന്നില്ല. എന്നാൽ അതേസമയം തന്നെ പുതിയ സംസ്ഥാന നേതൃത്വത്തിന് സമൂഹ മാധ്യമത്തിലൂടെ അഭിവാദ്യം അർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായുമില്ല. വിഭാഗീയത അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചാണ് സിപിഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചത്. 3ാം തുടർഭരണം ആഗ്രഹിച്ച് പാർട്ടി നീങ്ങുമ്പോൾ മുൻനിര നേതാക്കൾക്കിടയിൽ പി ജയരാജൻ വേണ്ടെന്നാണ് തീരുമാനം. നവകേരള കാലത്തിന് ചേർന്ന പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനല്ല എന്ന് കണ്ടെത്തിയതോടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ പി ജയരാജന്റെ വളർച്ചയുടെ വാതിലടഞ്ഞു. അതേസമയം തന്നെ ജൂനിയറായ എം.വി. ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി ചേർത്ത് പിടിക്കുകയും ചെയ്തു. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരണമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. പി ജയരാജന്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന സൂചന തന്നെയാണിത്. പാർട്ടിയേക്കാൾ വലുതാണ് അണികൾക്ക് ചിലപ്പോഴെങ്കിലും പി ജെ. അദ്ദേഹത്തോടുള്ള സ്നേഹവും ആരാധനയും അവർ പല രൂപത്തിൽ പ്രകടമാക്കാറുമുണ്ട്. വ്യക്തിപൂജയെന്ന് വിലയിരുത്തി പാർട്ടി അതിൽ നേരത്തെ തന്നെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. വ്യക്തികൾക്ക് ചുറ്റുമല്ല പാർട്ടിയിലാണ് ആളുകളെ അണിനിരത്തേണ്ടത് എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ ഗോവിന്ദൻ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. പി ജയരാജന്റെ ത്യാഗമോ പ്രവർത്തന പാരമ്പര്യമോ പരിഗണിക്കപ്പെട്ടില്ല. പല വിവാദങ്ങളിലും പെട്ടത് കാരണമാക്കി വഴിയടച്ചു. വിവാദങ്ങളുടെ വഴിയിലായിരുന്ന ഇ.പി. ജയരാജനെ കൈവിട്ടുമില്ല. അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് പി ജയരാജന്റെ മകന്റെ പോസ്റ്റ് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന എം സ്വരാജിന്റെ പഴയ സമൂഹമാധ്യമ പോസ്റ്റ് വാട്സപ്പ് സ്റ്റോറിയാക്കി പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് അച്ഛൻ തഴയപ്പെട്ടതിലെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ പ്രതിഷേധമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചെഗുവേരയെ ഉദ്ധരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ പ്രതിനിധിയായ എൻ സുകന്യ സമൂഹ മാധ്യമത്തിൽ നടത്തിയ പ്രതികരണം പിന്നീട് മയപ്പെടുത്തുകയായിരുന്നു. അതൃപ്തിയില്ല എന്ന്, ദുർവ്യാഖ്യാനം വേണ്ട എന്ന് സുകന്യ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം കൂടുതൽ വേണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റികളുടെ രൂപീകരണത്തിനിടെ പാർട്ടിക്കകത്തും പുറത്തും വിമർശനം ഉയർന്നതോടെ സിപിഎം അസാധാരണമായ പിരിമുറുക്കത്തിലായിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവായ എ. പത്മകുമാർ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പരസ്യമായി സന്നദ്ധത അറിയിച്ചത് നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. പത്മകുമാർ പാർട്ടിക്ക് ഒരു പ്രശ്നമല്ല എന്ന് സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചുവെങ്കിലും നേതൃത്വം പിന്നീട് കരുതലിലായി. എന്തായാലും വലിയ പ്രതീക്ഷകളോടെ ഒരു മുഖമുന്നിക്കലിന് തയ്യാറായ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ പഴയകാല രാഷ്ട്രീയ പോരിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇ.പി. ജയരാജന് വലിയ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഇ.പി. ജയരാജന് മാത്രം പരിഗണന ലഭിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഒരു ജയരാജൻ പോരിലേക്ക് സിപിഎം പാർട്ടി നീങ്ങുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല പി ജയരാജനെയും ഇ.പി. ജയരാജനെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് നേതാക്കൾക്കിടയിലും വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ സിപിഎമ്മിനെ സംബന്ധിച്ച് കനത്ത പ്രതിരോധത്തിൽ ആണ് സംസ്ഥാന സമ്മേളനാനന്തരം എത്തി നിൽക്കുന്നത് എന്നും പറയേണ്ടി വരും. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.